കൂടുതലും ചെതലുള്ള സ്ഥലങ്ങളിലാണ് ആ ഇഷ്യൂ വരുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ? അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ ബേസിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഈ മണ്ണും മരവുമായിട്ടുള്ള ടച്ച് അത് ഏറ്റവും കുറയ്ക്കുക. പിന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടടുത്ത് അല്ലെങ്കിൽ ടെർമിനേറ്റർ പോലത്തെ കെമിക്കൽസ് ഉപയോഗിച്ച് ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് എന്തായാലും നടത്തുന്നത് നല്ലതാണ്. അത് മരത്തെക്കാൾ ഉപരിയായിട്ട് തറ മുതൽ അത് ചെയ്യേണ്ടതാണ് ശരിക്കും വേണ്ടത്. കൂടുതലായിട്ടും ഈ ചെതല് വരുന്നത് വെട്ടുകല്ല് അങ്ങനത്തെ ഇതിലൂടെയാണ് ചെതല് കൂടുതൽ വരുന്നത്. പക്ഷേ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് ബ്ലോക്കിൽ അങ്ങനെ വരാറില്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പൊ അത് ഇതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അത് തറ ഇടുമ്പോൾ മുതലുള്ള ചെയ്യേണ്ടതാണ്. ബെൽറ്റ് വാർക്കുമ്പോൾ മുതൽ ആ കാര്യങ്ങൾ എന്തായാലും മരത്തിന്റെ പ്രത്യേകം കെയർ ചെയ്യേണ്ടതാണ്. അതെ, മരത്തിന്റെ ഔട്ടർ എങ്കിലും ഒരു ടെർമൈറ്റ് റെസിസ്റ്റന്റ് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഏറ്റവും നല്ല സീസണിന്റെ എന്ന രീതിയിൽ സമയം തരാത്തതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഒരു വീട് പണിയുമ്പോൾ ഒരു വർഷം മുമ്പേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ആർക്കും താല്പര്യമില്ല. 2-3 ആഴ്ച കൊണ്ട് എല്ലാം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും മരത്തിലുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. ടെർമൈറ്റ് റെസിസ്റ്റന്റ് പിന്നെ സീസണിങ് മുതലായ കാര്യങ്ങൾ ചെയ്താൽ അത് ഒഴിവാക്കാം. ഏറ്റവും ദീർഘകാലം കുറഞ്ഞത് 50-100 വർഷമെങ്കിലും തടിയുടെ ഉൽപ്പന്നങ്ങൾ നിലനിൽക്കും. കാര്യത്തിൽ യാതൊരു സംശയമില്ല.